ഹായ് ഗൈസ്, ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിതാ നമ്മൾ ഉള്ളിയും ക്യാരറ്റൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ബിരിയാണിയുടെ ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് മസാലയ്ക്കുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അതിലോട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് തൈര് ഒഴിച്ച് നാരങ്ങാനീരൊക്കെ ചേർത്തിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ചിക്കൻ ഇട്ട് അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി വെന്ത ചിക്കനാണ്. നമ്മളതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അത് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം അതിലേക്കുള്ള റൈസിനുള്ള വെള്ളം വെച്ചിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് അരിയൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ റൈസിന് വെള്ളം വെക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും ശ്രദ്ധിക്കരുത്, കാരണം നമ്മളതൊരു ചെറിയ അടുക്കളയാണ്. അപ്പോൾ പുറത്താണ് ഒരു തട്ടിക്കൂട്ട് അടുപ്പ് വെച്ചിട്ട് അതിൽ നമ്മൾ ചോറൊക്കെ വെക്കൽ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാസിലാണ് പാചകം ചെയ്യൽ കേട്ടോ. അപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ബിരിയാണിൻ്റെ കുറച്ച് റൈസ് ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മല്ലിയില തൂവുക, ബിരിയാണി മസാല ഇടുക, അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇടുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പോയി കാണാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.